സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോഡൽ എക്സാം ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ. എന്തുകൊണ്ട്? തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ. എന്തുകൊണ്ട്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ലീനതാപം കൂടുതലായതിനാലാണ്. ഓപ്ഷൻ എ, ലീനതാപം കൂടുതലായതിനാൽ. ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ലക്ഷ്മി എൻ മേനോൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ലക്ഷ്മി എൻ മേനോൻ. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഹീമോഫീലിയയാണ്. ഹീമോഫീലിയയാണ് ക്രിസ്മസ് രോഗം എന്നും അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി, ഹീമോഫീലിയ. കടലിൻ്റെ ആഴമളക്കുന്ന യൂണിറ്റാണ് ഫാത്തം. ഒരു ഫാത്തം എത്ര അടിയാണ്? കടലിൻ്റെ ആഴമളക്കുന്ന യൂണിറ്റാണ് ഫാത്തം. ഒരു ഫാത്തം എന്നത് എത്ര അടിയാണ്? 6 അടിയാണ് ഒരു ഫാത്തം. 6 അടി. ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്ന് അറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? പള്ളിയാടി മല്ലൻ ശങ്കരൻ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്നത് പള്ളിയാടി മല്ലൻ ശങ്കരൻ. മലബാറിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കാരണമായ ശ്രീരംഗപട്ടണം സന്ധിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെ? മലബാറിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കാരണമായ ശ്രീരംഗപട്ടണം സന്ധിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരുമാണ്. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്. ഓപ്ഷൻ സി, ബൽദേവ് സിംഗ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു ബൽദേവ് സിംഗ്. ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു? ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു? യൂണിയൻ ലിസ്റ്റിലാണ്. യൂണിയൻ ലിസ്റ്റിലാണ് ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത ആര്? ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യത്തെ വനിത പ്രതിഭ പാട്ടേൽ. പ്രതിഭ പാട്ടേലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത. ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ആര്? ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. പന്നിയൂർ വൺ എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിന്റെ സങ്കരയിനമാണ്? പന്നിയൂർ വൺ കുരുമുളകാണ്. കുരുമുളകിന്റെ സങ്കരയിനമാണ് പന്നിയൂർ വൺ എന്നത്. ട്രോപ്പോപാസ് സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിനും ഡാഷിനും ഇടയ്ക്കാണ്. ട്രോപ്പോപാസ് സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിനും ഡാഷിനും ഇടയ്ക്കാണ്. സ്ട്രാറ്റോസ്ഫിയർ ആണ്. ട്രോപ്പോപാസ് സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയ്ക്കാണ്. കേരളത്തിന്റെ തനത് നൃത്തം. കേരളത്തിന്റെ തനത് നൃത്തം മോഹിനിയാട്ടം. ഓപ്ഷൻ എ, മോഹിനിയാട്ടം. മോട്ടോർ വാഹനങ്ങൾക്ക് നിരോധനമുള്ള ഇന്ത്യയിലെ ഹിൽ സ്റ്റേഷൻ.
മോട്ടോർ വാഹനങ്ങൾക്ക് നിരോധനമുള്ള ഇന്ത്യയിലെ ഹിൽ സ്റ്റേഷൻ? മധേരനാണ്. ഓപ്ഷൻ ബി മധേരൻ. പമ്പ നദിയുടെ പതന സ്ഥാനം ഏതാണ്? പമ്പ നദിയുടെ പതന സ്ഥാനം വേമ്പനാട്ടുകായലാണ്. പമ്പ നദിയുടെ പതന സ്ഥാനം വേമ്പനാട്ടുകായൽ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ജില്ല. ആൽക്ക ഹരിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? ആൽക്ക ഹരിത് പാവലാണ്. പാവൽ. ആൽക്ക ഹരിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? പാവൽ. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. തട്ടേക്കാട്. വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളിന് തിരിച്ചറിയുവാൻ കഴിയാത്ത നിറങ്ങൾ ഏതാണ്? വർണ്ണാന്ധതയുള്ള ആളിന് തിരിച്ചറിയുവാൻ കഴിയാത്ത നിറങ്ങൾ ചുവപ്പ്, പച്ച. ചുവപ്പ്, പച്ച എന്നീ നിറങ്ങളാണ് വർണ്ണാന്ധതയുള്ളയാളിന് തിരിച്ചറിയുവാൻ കഴിയാത്ത നിറങ്ങൾ. ഓപ്ഷൻ ഡി ചുവപ്പ്, പച്ച. ഇന്ത്യൻ IT വ്യവസായത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യൻ IT വ്യവസായത്തിൻ്റെ പിതാവ് FC കോഹ്ലിയാണ്. FC കോഹ്ലി ഇന്ത്യൻ IT വ്യവസായത്തിൻ്റെ പിതാവ്. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം എന്ന നിർബന്ധമുള്ള സർക്കാർ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണമെന്ന് നിബന്ധനയുള്ള സർക്കാർ പദ്ധതി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലാണ് 1/3 സ്ത്രീകളായിരിക്കണം എന്ന നിബന്ധനയുള്ളത്. മഴവെള്ളം ശേഖരിച്ച് സംഭരിച്ച് കുടിക്കുവാനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് വിനിയോഗിക്കുന്ന പദ്ധതി ഏതാണ്? മഴവെള്ളം ശേഖരിച്ച് സംഭരിച്ച് കുടിക്കുവാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി വിനിയോഗിക്കുന്ന പദ്ധതി വർഷം. പദ്ധതിയുടെ പേര് വർഷം. റംസാർ സൈറ്റിൽ ഇടം നേടിയ ഖബർസ്ഥാൻ ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ റംസാർ സൈറ്റാണ്? റംസാർ സൈറ്റിൽ ഇടം നേടിയ ഖബർസ്ഥാൻ ഏത് സംസ്ഥാനത്തേതാണ്? ബീഹാറാണ്. ബീഹാർ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. ഓക്സിജൻ. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതി മിഠായി. പദ്ധതിയുടെ പേര് മിഠായി. താഴെ കൊടുത്തവയിൽ നാഗസാക്കിയിൽ പതിച്ച ആറ്റം ബോംബിലെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതായിരുന്നു? താഴെ കൊടുത്തവയിൽ നാഗസാക്കിയിൽ പതിച്ച ആറ്റം ബോംബിലെ റേഡിയോ ഐസോട്ടോപ്പ് പ്ലൂട്ടോണിയം 239 ആയിരുന്നു. പ്ലൂട്ടോണിയം 239. ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കാനായി 1986 പശ്ചിമ ബംഗാളിൽ കമ്മീഷൻ ചെയ്ത അണക്കെട്ട് ഏതാണ്? ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കുവാനായിട്ട് 1986 കമ്മീഷൻ ചെയ്ത പശ്ചിമ ബംഗാളിൽ കമ്മീഷൻ ചെയ്ത അണക്കെട്ട് ഫറാക്ക. അണക്കെട്ടിൻ്റെ പേര് ഫറാക്ക. ബക്ഷി ജഗബന്ധു ഏത് കലാപത്തിനാണ് നേതൃത്വം നൽകിയത്? ബക്ഷി ജഗബന്ധു ഏത് കലാപത്തിനാണ് നേതൃത്വം നൽകിയത്? പൈഗ കലാപം. പൈഗ കലാപത്തിനാണ് ബക്ഷി ജഗബന്ധു നേതൃത്വം നൽകിയത്. പൈഗ കലാപം. ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാഗാന്ധിയെ ക്ഷണിച്ച പ്രാദേശിക നേതാവ് ആരായിരുന്നു?
ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാഗാന്ധിയെ ക്ഷണിച്ച പ്രാദേശിക നേതാവ്? രാജ്കുമാർ ശുക്ല. ഓപ്ഷൻ എ ആണ് ഉത്തരം. രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാഗാന്ധിയെ ക്ഷണിച്ച പ്രാദേശിക നേതാവ്. ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണ്? ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണ്? സലീം അലി. സലീം അലിയുടെ ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം എന്നത്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. അപ്പം തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4 ശരിയാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ കോൾ ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്, ശരിയാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ആണ്, ശരിയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തിയാണ്, ശരിയാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ, കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ, അക്ഷരനഗരം കോട്ടയം, സാംസ്കാരിക തലസ്ഥാനം തിരുവനന്തപുരം. ശരിയായത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്, ശരിയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്, ശരിയാണ്. അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്, ശരിയാണ്. സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ് സാംസ്കാരിക തലസ്ഥാനം. അടുത്ത ചോദ്യം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ റാണി എന്നറിയപ്പെടുന്ന വനിത ആര്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ റാണി എന്നറിയപ്പെടുന്ന വനിത അരുണ ആസഫ് അലിയാണ്. അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ റാണി എന്നറിയപ്പെടുന്ന വനിത. ദീനബന്ധു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ദീനബന്ധു CF ആൻഡ്രൂസ് ആണ്. CF ആൻഡ്രൂസ് ആണ് ദീനബന്ധു എന്നും അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. CF ആൻഡ്രൂസ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം. പദ്ധതിയുടെ പേര് മന്ദഹാസം. താഴെ തന്നിരിക്കുന്നതിൽ എവിടെയാണ് കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പാമ്പാടും പാറയിലാണ് കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പാമ്പാടും പാറ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1998 ഡിസംബർ 11 1998 ഡിസംബർ 11. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് കമന്റ് ചെയ്യുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 39. ഓപ്ഷൻ എ ആണ് ഉത്തരം. അനുച്ഛേദം 39. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത് എന്നാണ്? കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31 കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത്. 2019 ഒക്ടോബർ 31.
ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം സമചലനമാണ്. ഓപ്ഷൻ എ സമചലനം. പരശുരാമ ഐതിഹ്യത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? പരശുരാമ ഐതിഹ്യത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. പരശുരാമ ഐതിഹ്യത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏത് എന്ന് ചോദിച്ചാൽ പ്രാചീന മലയാളമാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. ഓപ്ഷൻ ഡി KN രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഏതാണ്? പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. ഓപ്ഷൻ ഡി സംക്ഷേപ വേദാർത്ഥം. ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം. സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ലുധിയാനയാണ്. ലുധിയാനയാണ് സൈക്കിൾ സിറ്റി എന്ന് അറിയപ്പെടുന്നത്. ആരാച്ചാർ എന്ന മലയാള നോവൽ രചിച്ചത് ആര്? ആരാച്ചാർ എന്ന മലയാള നോവൽ രചിച്ചത് KR മീരയാണ്. KR മീര. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് താഴെ പറയുന്നവയിൽ ഏത് റൂട്ടിലാണ്? കേരളത്തിൽ ആദ്യമായിട്ട് തീവണ്ടി ഓടിയത് തിരൂർ ബേപ്പൂർ ആണ്. തിരൂർ ബേപ്പൂർ റൂട്ടിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് തീവണ്ടി ഓടിയത്. കാലിയം എന്നത് ഏത് മൂലകത്തിന്റെ ലാറ്റിൻ നാമമാണ്? കാലിയം. പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമമാണ് കാലിയം. അവസാനത്തെ ചോദ്യം, ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെ. 50 ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്